കുക്കറിൽ വേവിച്ച പരിപ്പ്, തക്കാളി, പുളി, ഉപ്പ്, മഞ്ഞൾ ഇത് ചട്ടിയിലോട്ട് പകർന്നു. ഇനി ഇതിലോട്ട് 4 വെണ്ടക്കായ ഒരു പാനിൽ 1/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുത്തത് ഒരു ചെറിയ കുമ്പളങ്ങയായിട്ട് അതൊന്ന് വേകുമ്പോഴത്തേനും ഇതിലോട്ട് ആവശ്യമായി 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, അല്പം കായപ്പൊടി, അല്പം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇതൊന്ന് ചൂടാക്കി കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ചട്ടിയിലെ പരിപ്പും കഷ്ണങ്ങളും ഒന്ന് റെഡിയായി വരുന്നു. ചൂടാക്കിയ പൊടികൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ നമുക്ക് കടുക് പൊട്ടിക്കാം. സാമ്പാർ നല്ലതുപോലെ തിളച്ചു. കഷ്ണങ്ങൾ ഏതെങ്കിലും വേവാനുണ്ടെങ്കിൽ വെന്തു. അപ്പോൾ തന്നെ ഒരു 4 പപ്പടം വറുത്തെടുക്കാം. സാമ്പാർ തിളയ്ക്കുന്നു. കടുക്, മുളക് ഇടാം. ഇതിലോട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചതിടാം. കുറച്ച് മല്ലിയില ഇടാം. ഇനി ബീറ്റ്റൂട്ട് തോരന് ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം ചോപ്പ് ചെയ്ത ബീറ്റ്റൂട്ടും 1 പിടി തേങ്ങയും ആവശ്യമായ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ബീറ്റ്റൂട്ട് തോരൻ റെഡി.